മലാനിൽ തന്നെയുള്ള അവിടുത്തെ ഗാർഡൻസ് എല്ലാം കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു രാഷ്ട്രപതി ഭവൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഒരാൾക്ക് 50 രൂപ പാസ്സാണ്. അപ്പം അത് ഇവിടെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സുനേട്ടന് ക്യാമറ അലൗഡ് ആണോ എന്ന് അറിയില്ല. അലൗഡ് ആണെങ്കിൽ വീഡിയോ എടുത്താം. അപ്പം നമ്മൾ പോയി നോക്കട്ടെ. അത് ഓവർ 100 ഇയേഴ്സിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കോച്ചാണ്. ഇത് യൂസ് ചെയ്തിരുന്ന പ്രസിഡൻസും അവരുടെ ഫാമിലി മെമ്പേഴ്സ് അവരുടെ അങ്ങനെയുള്ള ആൾക്കാരിന്. വെർച്വൽ റിയാലിറ്റിയാ. അകത്ത് പോയിരിക്കണം. അടിപൊളി അടിപൊളി. വന്നോ വന്നോ. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മുടെ മലയാളം സോങ്സ് ഇല്ലേ, പെട്രിയോട്ടിക് സോങ്. പോരാ പോരാ നാളിൽ എന്തെങ്കിലും മനസ്സിലാവുന്നു? ഇത് മലയാളം. ഇത് മലയാളം. ഇപ്പൊ ചിഞ്ചു ചേച്ചി വെച്ച ഇത് ചെയ്യുമ്പോ കന്നഡ പേട്രിയോട്ടിക് സോങ് ആണ്. നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് പ്ലേ ചെയ്യും. കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്തോ കേൾക്കാം. നമ്മുടെ മലയാളം കേൾക്കാം. പോരാ 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 നാളിൽ നാളിൽ ദൂരെ ദൂരെ മുയറട്ടെ എന്ന് പറഞ്ഞ പാട്ട് അത് കേൾക്കാം.
ഇച്ചിരിയായിട്ട് കേൾക്കത്തുള്ളൂ. സൗണ്ട് കുറവാണ്. സൗണ്ട് കുറവാണ്. എടുത്തോ. ഇത് നമ്മുടെ APJ അബ്ദുൽ കലാം സാറിൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ആണ് കേട്ടോ. ശ്രീ രാംനാഥ് കോവിന്ദിൻ്റെയാണ് ഇത്. നിങ്ങൾക്കറിയാമോ ഇതാരാണ്? ടോളസ്റ്റ് സ്റ്റാച്യു. ഇത് വേൾഡിലെ ടോളസ്റ്റ് സ്റ്റാച്യു. ഇതിൻ്റെ പേര് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇത് ആരുടെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? ആരുടെ? സർദാർ വല്ലഭായ് പട്ടേൽ. പുള്ളിക്കാരനെയാണ്. പുള്ളിക്കാരനല്ല സാറ്. ഒത്തിരി വലുതാണ് ഗൈസ്. നമ്മൾ ഈ വേൾഡിലെ തന്നെ ലോങ്സ്റ്റ് ടോളസ്റ്റ് സ്റ്റാച്യു. ഇതുണ്ടോ ചെസ് പീസസ്? അത് ഐവറി വെച്ചിട്ടുണ്ടാക്കിയേക്കുന്ന 32 ഐവറി ചെസ് പീസസ്. ഐവറി മറ്റേ ആനക്കൊമ്പ് യൂസ്ഡ് ഇൻ ചെസ് ബോർഡ്. വുഡൻ പ്ലേറ്റ്. ഇതൊക്കെ കണ്ടോ? പെൻസ്, മെറ്റൽ കീ. എന്താ കുഞ്ഞുമേ? പ്രസിഡന്റിന്റെ സ്റ്റഡി റൂം, പഠിക്കുന്ന സ്ഥലം. ഓക്കെ, കണ്ടിട്ട് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. ഇപ്പോൾ ഒന്ന് കിടന്നില്ലെങ്കിൽ ഉറങ്ങാമായിരുന്നു. അതാണ് ഈ പ്രസിഡന്റ്. ഇതാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. എന്തോ പേര്? ദ്രൗപതി മുർമു. ശ്രീമതി ദ്രൗപതി മുർമു. അവിടെ മുർമു തന്നെ. അബീക പ്രസിഡന്റ്. ബംഗാളി. ഞാൻ സെയിം സമയത്ത് തന്നെ പറയുമ്പോൾ അവിടെ ഗോൾഡൻ ടെമ്പിൾ ഉണ്ടോ? തിളങ്ങുന്നല്ലോ, ഡയമണ്ട് ആണ്. ദ ക്രിസ്റ്റൽ മെമെന്റോ presented to Sri Pranab Mukherjee, President of India. Wow, nice. A white blue crystal vase from the collection of Rashtrapati Bhavan. കണ്ണടിച്ചു. A white ceramic plate with blue floral patterns. പനിയുടെ ആയിരിക്കും. തിരിയൂ. ഇതൊക്കെ സ്റ്റാമ്പാണ്. നമ്മളൊക്കെ ഇത് കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, ഇപ്പോഴത്തെ ജനറേഷൻ ഇതൊക്കെ കാണാനില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്? ചിലരൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ടുണ്ട്. ഓരോ രാജ്യത്തിന്റെ കോയിൻസ് ഓരോ രാജ്യത്തിന്റെ അല്ലേ? ഇത് ഇന്ത്യയിലെ മാത്രം. 50 കभी देखा ही नहीं है. എൻ്റെ ഉണ്ടോ 50 രൂപ? നീ 20 രൂപയുടെ പിന്നെ കൊടുത്തില്ല. എല്ലാ 50 നോട്ട് സിക്ക വന്നായിരുന്നു. ഇതുണ്ടോ ഗൈസ്? 100 രൂപീസിന്റെ അത് മതി വന്നായിരുന്നു. 100 രൂപീസ്. ഇപ്പോൾ ഈ മോദി കഴിഞ്ഞിട്ടില്ല അല്ലേ? മോദി ഇതും വന്നായിരുന്നു. അതിൻ്റെ ഒപ്പീനിയൻ പറയില്ല. ബാൻ ചെയ്യുന്നുണ്ടോ? പിന്നെ മലയാളം ബാൻ ചെയ്യുന്നത് ഇരിക്കണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഇരിക്കണ്ടെന്ന് അതിൻ്റെ അർത്ഥം. നമ്മളിതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇവരുടെ വായൊക്കെ അനങ്ങുന്നുണ്ട്, സംസാരിക്കുന്നത് പോലെ. കൊള്ളാം.
ഇത് മെഡൽസ് ആയിരിക്കും അല്ലേ ചേച്ചി? कितने सारे मेडल चाहिए? ഇത് കണ്ടോ ഗൈസ്, വലിയൊരു ഗ്ലോബ്. നമ്മുടെ ഒക്കെ എന്ന് വെച്ചാൽ ഏറ്റവും ചെറുതായിരിക്കും. പിന്നെ 100 times ചെറുതായിരിക്കും നമ്മുടെ. സ്റ്റോൺസ് ഉണ്ട്, മൂണിലെ സ്റ്റോൺസ്, മൂൺ സ്റ്റോൺസ്. മൂൺ സ്റ്റോൺസ് ആണ് ഇതൊക്കെ. കണ്ടോ മോനെ, കണ്ടോടാ മൂൺ സ്റ്റോൺസ് ഇതൊക്കെ. ഈ ഇവിടെയൊക്കെ ഉള്ളതല്ല സാംബിയാന്ന് ഈ സാധനങ്ങൾ. ഈ ജെം സ്റ്റോൺസിൻ്റെ കൂട്ടില്ല സാംബിയ. ഇവിടെ എന്താ ഉള്ളത്? അവിടെ പ്ലേറ്റുകള്, അവരുടെ പ്രസിഡന്റിന്റെ ജോലി ചെയ്യുന്ന ആൾക്കാര്, അവരുടെ ഫോട്ടോകള്, പ്ലേറ്റുകള്, കപ്പുകള് എല്ലാം ഉണ്ട്. പ്രസിഡന്റ് അവർ കുക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. എന്താണാവോ കുക്ക് ചെയ്യുന്നത്? സൂപ്പായിരിക്കും അല്ലേ? ഓയ് ഞങ്ങൾക്കൊരു ബിരിയാണി. എന്തൊക്കെയാണോ എന്തോ. കൊള്ളാല്ലേ? ഇവിടെയാണോ പാത്രം? ദേണ്ടിരിക്കുന്ന പാത്രങ്ങൾ. ദാല്, ബദാമ്, രാജ്മ ചാവൽ അല്ല, ചാവലില്ല. ഇത് അവരുടെ ആഹാര സാധനങ്ങളിലൊക്കെ അച്ഛാ ഇടി, അതെന്തോ അങ്ങേ അറ്റത്ത് ഭരണിയോ അല്ല, വെള്ളത്തിൻ്റെ ചെമ്പ് അല്ലേ? എൻ്റെ ഹിസ്റ്ററി ബുക്കിൽ തവികള്, ഞാൻ കേട്ടിട്ടുള്ള ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന അയൺ വെച്ചിട്ട്, അയൺ കോപ്പർ. അത് കോപ്പറിന്റെ പാത്രങ്ങളല്ലേ? ആ ചിലതൊക്കെ വെരി റെയർലി, കോപ്പറാടാ ഇതൊക്കെ. ഇരുമ്പിന്റെ വെരി റെയർലി യു കൻ ഗെറ്റ് സിൽവേഴ്സ് ഉണ്ട്. പ്ലേറ്റ്സ്, അല്ല ഈ സമയം ഇത് സെറാമിക് പ്ലേറ്റ്സ്. പണ്ടിലൊന്നും ഇതൊക്കെ പ്ലേറ്റ് ഇല്ലായിരുന്നു, ഇപ്പോഴാണ് ഇറങ്ങിയത്. അതെ, ലോകമുണ്ട് പ്ലേറ്റിലൊക്കെ. അതാ പറഞ്ഞ ലോകമുണ്ട്. ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. കോമഡിയാണ്, പക്ഷേ ചില ഹിസ്റ്റോറിക്കൽ എവിഡൻസസ് നമുക്കിവിടെ കിട്ടും. ഇതൊക്കെ കണ്ടോ മറ്റേ ലൈറ്റ് ഇല്ലടാ. ഒരു ക്യാൻഡിലൊക്കെ വെക്കുന്ന അവിടെ ഉണ്ടായിരുന്നു. പാത്രങ്ങൾ റൂമിൽ ഇങ്ങനെയുള്ള കളറായിട്ട് എന്തോ ലോഗോ, ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെ ലോഗോ. എന്താണ് തന്തൂരി എന്നോ എന്തോ അതിന് പറയുന്നത്? ഇവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്. അയാൾ എന്താ ഇവിടെ എടുക്കുന്നില്ല, എന്തോ ഉണ്ടാക്കാണ്. അടിപൊളി സെറ്റപ്പ്. എല്ലാം പൊട്ടിയിരിക്കുകയാണ്. പൊട്ടിയതെന്ന് തോന്നുന്നു. സെറാമിക് ഡെക്കറേറ്റീവ് ബൗൾ വിത്ത് സ്റ്റാൻഡ്. അപ്പം ഈ ലാർജ് ബോൺ ചൈന സെർവിങ് ബൗൾ വിത്ത് എ സ്റ്റാർ ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ഓഫ് റഷ്യ ഇത് ഗിഫ്റ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഗൈസ്. ഇതല്ലേ? ഗവൺമെന്റ് ഓഫ് റഷ്യ. ആ സമയത്ത് ചിലപ്പോൾ USSR ആയിരിക്കും. എന്തേ ആര് കട്ട് ചെയ്യുന്നു? ആ പിന്നെ ഇവിടെ ചില ആൾക്കാർ സൂപ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ പുള്ളി എന്താ ചെയ്യുന്നേ? ആ എന്തോ ബേക്ക് ചെയ്യുക. അല്ല കേക്ക്സ് ബേക്ക് ചെയ്യുക. സിൽവർ കേക്ക് സ്റ്റാൻഡ് വിത്ത് 3 legs in the form of elephant heads used during Viceregal
കണ്ടിട്ട് യൂസ് ചെയ്താന്ന് പോലും പറയുന്നില്ല അല്ലേ. എല്ലാത്തിനും ലോഗോ ഉണ്ട്. ലോഗോ ഉണ്ട്. ഇതുണ്ട് ഗൈസ്, അത് അത് തന്നെ അപ്പുറത്തുള്ളത്. സ്റ്റാൻഡ്, കേക്ക് സ്റ്റാൻഡ്. ഇത് റാങ്ക് ഓഫ് ഓഫീസേഴ്സ്, ആർമി, നേവി, എയർഫോഴ്സ്. നമ്മൾ നെക്സ്റ്റ് ഫ്ലോറിലോട്ട് പോവാൻ. അണ്ടർഗ്രൗണ്ട് തേർഡ് അല്ലേ. എന്താ വേണം ലിഫ്റ്റ് വേണോ? നമുക്ക് പ്രസിഡന്റിന് ഒരു റിക്വസ്റ്റ് കൊടുക്കാം കേട്ടോ. ഗ്രീന് ക്രോമയിൽ പോയിരുന്നുണ്ട്. ഒന്നുമില്ല. ഇത് ഫ്രഞ്ചാണ് കേട്ടോ. ഉറപ്പാ? ഇവന്റെ ഇങ്ങനെയുള്ള ഫ്ലാഗിൽ കണ്ടിട്ട് ലൈറ്റ് ആണ്. ആണോ? ഗൈസ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ മൗണ്ട് ബാറ്റൻ. യു ക്യാൻ ലാസ്റ്റ് വൈസ് എന്താണ് ഗൈസ്? ഗൈസ് ഒന്നും എഴുതി കാണിക്കുന്നില്ല ഗൈസ്. എന്താണ് ഗൈസ്? ഓരോ കൾച്ചറിനെ കാണിക്കുന്നതാന്ന് തോന്നുന്നു. ഞാൻ നോക്കി പ്രതിമ അനങ്ങിയെന്ന്. മഹാത്മാഗാന്ധി കണ്ണാടി നെഹ്റു ഒന്നും കാണിച്ചിട്ടില്ലല്ലേ.
സമരം ചെയ്യുന്നതിൻ്റെ ഇത് ബ്രിട്ടീഷുകാർ വെടിവെച്ചിടുന്നത്